ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു പിടിപ്പായസം കേരള സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. आज हम बनाने जा रहे കേരള സ്പെഷ്യൽ പിടിപ്പായസം ദിഖാएंगे कैसे. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് ഏക്ക് ബീട്രൂട്ട് लिया है, 2 कैरेट, 2 ക്യാരറ്റും ഒരു ബീട്രൂട്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീം വന്നു തുടങ്ങി. സ്റ്റീം ആകിയ नीचे का बर्तन में बीटरूट डाल दे. താഴത്തെ പാത്രത്തിനകത്തോട്ട് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുകളിലത്തെ പാത്രത്തിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് സ്റ്റീം ചെയ്യുക. 5 മിനിറ്റ് സ്റ്റീം करना है. दम करके रख दीजिए. ബീട്രൂട്ട് ഞാൻ താഴെയാണ് വെച്ചിരിക്കുന്നത്. ബീട്രൂട്ടിന്റെ നിറം ക്യാരറ്റിനോട്ട് വീഴാതിരിക്കാൻ ക്യാരറ്റ് മേലിലോട്ട് വെച്ചിരിക്കുന്നു. बीटरूट हम नीचे रखा है. बीटरूट का रंग कैरेट में आने से कलर चेंज हो जाएगा, इसलिए हम कैरेट ऊपर में रखा है. 2 कप വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 कप पानी बॉईल करने के लिए रखा है. इसमें डालेंगे नमक, 1 टीस्पून उപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ घी डालते. 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ चीनी. വെള്ളം നല്ലതായിട്ട് തിളച്ചു തുടങ്ങി. പാനി अच्छे से बॉईल हो गया. 2 कप റൈസ് ഫ്ലോർ, അരിപ്പൊടി 2 കപ്പാണ്. പാനി റൈസ് ഫ്ലോർ में डालते. അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स कर दीजिए. ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി था वो पानी भी डाल दें. अच्छे से मिला दीजिएगा. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഫ്ലോർ अच्छे से मिला दिया है. गरम है. ഇപ്പം നല്ല ചൂടുണ്ട്. ചെറുതായിട്ട് ആറാൻ വെക്കാം. ठंडा होने के लिए रखेंगे. നമ്മുടെ ക്യാരറ്റൊക്കെ 5 മിനിറ്റായി വെന്ത് കഴിഞ്ഞു. ക്യാരറ്റ് 5 मिनट हो गया. अच्छे से पक गया है. कैरेट निकाल के ठंडा करने के लिए रखेंगे. या कैरेट എടുത്ത് തണുക്കാൻ വെക്കാം. ബീട്രൂട്ടും എടുത്ത് തണുക്കാൻ വെക്കാം. അരിപ്പൊടി ഞാൻ ഉണ്ടാക്കിയെടുത്തത് 3 പോർഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. റൈസ് ഫ്ലോർ हम बना किया और 3 पार्ट कर दिया है. एक बर्तन में डाल दे. ഒരെണ്ണം നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം. നമുക്ക് ആദ്യം ഗാജർ ഉള്ള പീസ് ആയെങ്കിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. कैरेट അരച്ചതാണ്. कैरेट पीस के आया है. अभी एक पोर्शन में डाल दे. ഒരു പോർഷൻ മാറ്റി വെച്ചതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से मिक्स करना है. ക്യാരറ്റ് അരച്ചത് അരിപ്പൊടിക്കകത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് റൈസ് ഫ്ലോർ മിക്സ് करके अच्छे से मिला दिया है. और अलग कर बर्तन में रखेंगे. ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് लेके वो भी पीस के आएंगे. ഇതുപോലെ നമുക്ക് അരച്ചിട്ട് വരാം. ബീട്രൂട്ട് അരച്ചത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. बीटरूट पीस के रखा था वो भी राइस फ्लोर में मिक्स करेंगे. अच्छे से मिला दीजिएगा. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ടും നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് भी हो गया. दूसरा बर्तन में डाल. വേറെ പാത്രത്തിനകത്ത് ഇട്ട് വെക്കാം. അരിപ്പൊടിക്കകത്ത് ഒന്നും ചേർക്കാത്ത അരിപ്പൊടിയാണ്. കളറൊന്നും ചേർത്തിട്ടില്ല. बिना कलर का राइस फ्लोर है. ये अभी बॉल बनाएंगे. ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ചെറിയ ബോളുകൾ ഉണ്ടാക്കണം. छोटा बॉल बनाना है. बॉल बना के स्टीमर में डालेंगे. इतना छोटा बनाते इतना अच्छा है. എത്ര ചെറിയതുണ്ടാക്കുന്നു അത്രയും നല്ല ഭംഗിയായിട്ട് കാണാം. കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും ആരും കഴിക്കത്തില്ല. അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണ് പായസത്തിനകത്ത് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. വെച്ചാൽ छोटा था उसी टाइम कैरेट बीटरूट कुछ नहीं खाता था. उसी टाइम हम लोग ऐसे ही कैरेट बीटरूट सब റൈസ് ഫ്ലോർ में पीस करके डाल के പായസം बना के देता था. ബീട്രൂട്ടിന്റെ ക്യാരറ്റിന്റെ അരിപ്പൊടിയുടെ എല്ലാം പിടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോൾ बना के रखा है. स्टीमर रेडी हो गया. पहले बीटरूट रखेंगे. उसके बाद ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമുക്ക് മാറ്റി വെക്കണം. അതിന്റെ കളർ പിടിക്കാതിരിക്കാനാണ്. 10 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് സ്റ്റീം करके लेना है. 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. 2 केला लिया है. कटिंग करके रखेंगे. ഇതിന്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. पक्का वाला केला लेने से अच्छा है. ഇത് 4 पीस करना है. 4 पीस कट ചെയ്തിട്ട് 4 पीस करके थोड़ा कटिंग करके डाल देंगे. थोड़ा थिक होके काटना है. ഇത്തിരി കട്ടിയായിട്ട് വേണം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ. दोनों काट के रखेंगे. രണ്ടും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. 2 ഏത്തക്കയെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 बनाना भी अच्छे से कटिंग करके रखा है. एक पैन गरम होने के लिए रखा है. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ घी डाल दें. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു പിടി പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്. 1 മുट्ठी काजू लिया है. इसमें डालेंगे. फ्राई कर दीजिए. വറുത്തെടുക്കുക. പകുതി ഫ്രൈ ആയി കഴിഞ്ഞു. ആദ്യ ഫ്രൈ हो गया. अभी 1 മുट्ठी किशमिश भी डाल दें. ഒരു പിടി കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. പറങ്ങാണ്ടി മുന്തിരിങ്ങായി വറന്നു കഴിഞ്ഞു. കാജു കിസ്മിസ് ഫ്രൈ हो गया. निकाल दें.
बाकी नहीं किया तो നമുക്ക് ഏത്തക്ക कट ചെയ്ത് ഇട്ട് കൊടുക്കാം. बाकी था वो घी में केला कट करके रखा था वो डालेंगे. थोड़ा फ्राई करना है. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. स्टीम ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാം വെന്ത് കഴിഞ്ഞു. स्टीम करने के लिए रखा था और सब अच्छे से पक गया है. अभी केला भी फ्राई हो गया. നമ്മുടെ ഏത്തക്കയും ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് 2 തേങ്ങയുടെ പാൽ എടുത്തതാണ്. രണ്ടാം പാലാണ്. സെക്കൻഡ് പാല കോക്കനട്ട് മിൽക്ക് अभी इसमें डाल रहे. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 कोकोनट का सेकंड वाला दूध अभी डाला है. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് चीनी डाला है. എല്ലാവർക്കും ഇഷ്ടമനുസരിച്ച് മധുരം ഇടാം. चीनी सबका टेस्ट का हिसाब से डाल दीजिएगा. अभी बॉईल करने के लिए रखेंगे. നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ പോകും. പാൽ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. दूध अच्छे से बॉईल हो गया. अभी स्टीम करके रखा था वो बॉल्स डालेंगे. നമുക്ക് ഈ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പിടികളെല്ലാം ഇട്ട് കൊടുക്കുക. ബോൾസ് इसमें डालेंगे. बीटरूट इट കൊടുക്കുക. बीटरूट का बॉल्स भी डालेंगे. നല്ലതായിട്ട് തിളയ്ക്കാൻ വെക്കാം. अच्छे से बॉईल होने के लिए रखेंगे. 10-20 मिनट ആയി. പിടി നല്ലതായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. 20 मिनट हो गया. हम लोग का पायस थोड़ा अच्छे से मोटा हो गया. चीनी में इलायची पाउडर करके रखा था वो डाल रहे. നമുക്ക് ഏലക്ക പൊടി പഞ്ചസാരക്കകത്ത് പൊടിച്ചതാണ്. നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാം കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് കൊടുക്കാം. 100 ഗ്രാം കണ്ടൻസ് മിൽക്ക് भी अभी डाल रहे. अच्छे से मिलाएंगे. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1-ാം പാൽ ഒഴിക്കാം. ഫസ്റ്റ് വാല കോക്കനട്ട് മിൽക്ക് अभी डाल रहे. 1 കപ്പ് പോക 1 കപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. अच्छे ഗരം മനസ്സിലേക്ക്. നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പശു പാൽ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. कोकोनट दूध नहीं है तो गाय का दूध से भी बनाने से भी अच्छा है. पायसम रेडी आई കഴിഞ്ഞു. पायस रेडी हो गया. अभी काजू किशमिश फ्राई करके रखा था वो डालेंगे. काजू किशमिश വറുത്ത് വെച്ചിരുന്നത് നമുക്ക് ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്യാം. अभी ऑफ करना है. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിടി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. കാണാനും ഇഷ്ടപ്പെടും, കഴിക്കാനും ഇഷ്ടപ്പെടും. പിള്ളേരെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസമാണ്. പിള്ളേരെ മാത്രമല്ല വലിയവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. हम लोग का पायसम रेडी हो गया. हेल्दी पायसम है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.